എവിടെ പോകുന്നതിനോയില് പോലെ സെറ്റ്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വൈകി പോയൊരു വീഡിയോ. നമ്മളിന്നൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ഗ്രേറ്റ് വോൾഫ് ലോഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടനിവിടെ ലഗേജ് വേറെ കൂടുതലൊന്നുമില്ല. ജസ്റ്റ് ഒരു ബാഗിൽ നമ്മളുടെ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ പോയി നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ട് സ്വിം സ്യൂട്ടും ഉണ്ട്. അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഫുഡ് നമ്മൾ അവിടുന്ന് തന്നെ, നമ്മളിവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് തന്നെ വാങ്ങുകയാണ്. നയാഗ്ര ഫോൾസിലാണ് ഈ ഗ്രേറ്റ് വോൾഫ് ലോഡ്ജ്. ഞങ്ങൾ പോയിട്ട് വരാം. ബാക്കി കാഴ്ചകൾ നമുക്ക് വഴിയേ കാണാം. പോകുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞി പെണ്ണിനെ ഒന്ന് പിക്ക് ചെയ്യണം. കാരണം അവൾ ഡേ കെയറിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അവളെ പിക്ക് ചെയ്തുകൊണ്ട് അങ്ങ് പോകാമെന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആവും. അതുകൊണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡേ കെയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞി എത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ ഇതാണ് ഗ്രേറ്റ് വോൾഫ് ലോഡ്ജ്. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ലോട്ടാണ് കേട്ടോ. ഒരുപാട് വണ്ടികളുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും വിചാരിച്ചില്ല, പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണെന്ന്. ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ റൂംസാണ് ഈ 2 സൈഡിലും. അതായത് എൻ്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത്. ചേട്ടൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങളിവിടെ നിന്നും അടുത്ത 2 ഫാമിലീസ് കൂടി നമ്മളുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരും കൂടെ വരാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഒന്നിച്ച് അത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിയുടെ ഓരോ ലീലാവിലാസങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതോ നമ്മുടെ ഡ്രസ്സ്. അമ്മയുടെ ഒന്നുമല്ല. ഈ കാണുന്ന റൂംസൊക്കെ കണ്ടില്ലേ, ഇവിടെ ആയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ റൂം വന്നത്. നല്ലൊരു വൈബാണ്. ഞാനത് അകത്ത് കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ റിസപ്ഷൻ ഏരിയയിലേക്ക് എൻട്രൻസിൻ്റെ അവിടെ ഒന്ന് കയറി നിന്ന് കേട്ടോ. കാരണം ഒട്ടും നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല പുറത്ത്. അപ്പോൾ ഫൈനലി അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫാമിലി, ജിൻസൺ ചേട്ടനും സൗമ്യയും അവരുടെ 2 മക്കൾ റേച്ചലും റോസ്ലിനും. അപ്പോൾ ഈ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇതാണ് 2ാമത്തെ ഫാമിലി, ആശയും ജോമി ചേട്ടനും 2 മക്കളും. മക്കളുടെ പേര് കാതറിനും ജോഷുവയും. അപ്പോൾ ഇവരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴൊക്കെ നമ്മുടെ കൃഷിത്തോട്ടമൊക്കെ നോക്കിയത് ഇവരാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തെങ്കിലും ഇവിടെ വന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഈ റിസപ്ഷനിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. അവിടെ നമുക്ക് അവർ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും ടാഗ് തന്നു. എന്നിട്ട് നമ്മൾ ഈ ലോബിയിലേക്ക് കയറുകയാണ് കേട്ടോ. ഭയങ്കര നല്ലൊരു വൈബാണ് ഇവിടെ. എല്ലാം വോൾഫ് തീംഡ് ആയിട്ടുള്ള ഡെക്കറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. അതുപോലെ തന്നെ പഴയ ആൻറ്റിക്കായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ അവർ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാണാം. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ജോമി ചേട്ടനൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ റൂം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പണ്ണി ഇവിടെ സെറ്റാണ്. അവൾക്കൊരു ലോലിപോപ്പ് കിട്ടിയതുകൊണ്ട് അവൾ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നോ? അപ്പ പോന്നു. ഓടി വാ. ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു നടപ്പാണ് ശരിക്കും. കുറേ നടന്ന് ഞങ്ങൾ കുഴഞ്ഞ്. അങ്ങനെ ഫൈനലി നമ്മുടെ റൂം എത്തി. നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ഓരോന്നിനും ഓരോ പേരുണ്ട് കേട്ടോ. ഓരോ ടൈപ്പാണ്. നമ്മുടേത് കിഡ് ക്യാമ്പ് എന്നാണ് അതിൻ്റെ പേര്. ഇത് ശരിക്കും നമ്മുടെ ഒരു സ്റ്റേക്കേഷനാണ് കേട്ടോ. സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1 അതിലധികമോ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി വേറെ ഒരു സ്ഥലത്ത് താമസിക്കുന്നതിനാണ് കേട്ടോ സ്റ്റേക്കേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ്, നയാഗ്ര ഫോൾസിൽ തന്നെയുള്ളതാണ് ഈ ഗ്രേറ്റ്ഫുൾ ലോഡ്ജ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു റൂമും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കിഡ്സിനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു കാണുന്ന ഏരിയയാണ് കിഡ്സിനുള്ളത്. ഇവിടെ ഒരു ബങ്ക് ബെഡ് ഉണ്ട്. അപ്പോൾ അതിൽ 2 ലെയർ ഉണ്ട്. ഒന്ന് താഴെ ഒരാൾക്ക് കിടക്കാം, മുകളിൽ വേറൊരാൾക്ക്. ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം. അപ്പോൾ ഇവിടെ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ. നമ്മളിങ്ങനെ ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ജീവിക്കുമ്പം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒന്ന് പോയി നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് പോലെ ജസ്റ്റ് ഒരു ദിവസം പോയി ഒന്നോ അല്ലെങ്കിൽ 2 ദിവസമായാലും കുഴപ്പമില്ല. 2 ദിവസം ഒന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി ഇതുപോലെ നിന്ന് ഒന്ന് എൻജോയ് ചെയ്താൽ നല്ലതായിരിക്കും. നമുക്ക് ഒരുപാട് പൈസയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, പക്ഷേ ജസ്റ്റ് അങ്ങനെ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി. അതുകൊണ്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളും ഇവിടെ. പിന്നെ നമുക്കിവിടെയാണെങ്കിൽ ആരും നമുക്ക് ബന്ധുക്കളായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റിയ ഒരു അവസരമാണ്. മറ്റ് 2 ഫാമിലീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സാണ്. അവർ നാട്ടിലും നമ്മുടെ വീടിനടുത്തുള്ളവരാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് തീരുമാനിച്ചതാണ് ഇങ്ങനെയൊരു പ്ലാൻ. അപ്പോൾ എല്ലാവർക്കും താല്പര്യമായിരുന്നു. പിന്നെ വേറൊരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ മക്കളെല്ലാവരും തന്നെ ഏകദേശം ഒരേ പ്രായക്കാരായിരുന്നു കേട്ടോ. അത് വേറൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ പോവുകയാണെങ്കിലും നിങ്ങൾ കഴിയുന്നതും നിങ്ങളുടെ മക്കളുടെ പ്രായത്തിനുള്ള ആൾക്കാരുമായിട്ട് പോവുക. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ പിള്ളേർക്ക് ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതാ ഇവിടെ 2 പേര് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ വന്നപ്പോൾ തന്നെ വാട്ടർ പാർക്കിൽ പോകാം എന്നുള്ളതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ടയേർഡാവും വരുമ്പോഴത്തേക്കും. അത് കഴിയുമ്പോൾ കിടന്നുറങ്ങാമല്ലോ എന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പേരും റെഡി ആയിട്ട് നിൽക്കുകയാണ്, സ്വിം സ്യൂട്ടൊക്കെ ഇട്ട്. അതിനിടയ്ക്ക് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ റൂമിൽ തന്നെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം വരുമ്പോൾ തന്നെ നമ്മുടെ കോട്ടിടാനായിട്ട് ഒരു ക്ലോസറ്റ് ഉണ്ട്, പക്ഷെ അത് ഓപ്പൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. ഇതുണ്ടോ, ക്ലീനക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇതുപോലെ തന്നെ ഹാൻഡ് വാഷും അതുപോലെ തന്നെ ടവൽസൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ഹെയർ ഡ്രൈ ചെയ്യാനായിട്ട് ഹെയർ ഡ്രയർ ഉണ്ട്. എൻ്റെ മോനോടെ ഡാൻസ് കളിയാണ് കേട്ടോ. ഇവിടെ കോഫി ഉണ്ടാക്കി കുടിക്കാനായിട്ട് കോഫി മേക്കറുണ്ട്. അതുപോലെ തന്നെ മൈക്രോവേവ് ഉണ്ട്. മൈക്രോവേവിൽ പോപ്കോൺ വെക്കരുതെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളൊരിക്കലും പോപ്കോണുമായിട്ട് പോകരുത്. പിന്നെ ഇവിടെ കുറേ കോഫി പൗഡേഴ്സും ഡീകഫും ഒക്കെ ഉണ്ട്. അതുപോലെ ടീ പൗഡറും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ അത് കുടിക്കാനുള്ള ഗ്ലാസും സ്പൂണും ഷുഗറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പോവാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൂളിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വാതിൽ വരെ എത്തിയപ്പോഴാണ് കേട്ടോ ഒരു ഫാമിലിക്ക് ഇച്ചിരി താമസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് വീണ്ടും വന്ന് ഫോട്ടോ സെഷനായി. എൻ്റെ മോള് ഫോട്ടോ എടുക്കാൻ പറയുകയാണ്. അവൾ വലിഞ്ഞു കയറുന്നതൊക്കെ. നീ വലിഞ്ഞു കയറുന്നത് എടുക്കാം. വലിഞ്ഞു കയറുന്നത് ഹെയർ ഡ്രയർ ഞാൻ കണ്ടു. ഇവിടെ ഒരാൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് തരുക കേട്ടോ. അതായത് നമ്മൾ പോകുന്ന വഴിയാണേ. ഇങ്ങോട്ട് കയറി വന്നതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് പോകാനും കുറേ ദൂരമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ലെവൽ 1-ലാണ്. ഓരോ റൂമിൻ്റെയും വാതിൽക്കൽ ഇതേപോലത്തെ ഓരോ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. അതിൽ എല്ലാം ഇങ്ങനെ വോൾഫ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആനിമൽ തീംഡ് ആയിട്ടുള്ള. ഇനിയുള്ള കാര്യങ്ങൾ എൻ്റെ മോൻ പറയും കേട്ടോ. This is my sister just looking at the bowling alley. There's a lot of games at Great Lodge, and there's arcades and all kinds of stuff. And this is the shop. അപ്പോൾ അവൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇതായത് ഒരു ഷോപ്പാണ് കേട്ടോ. ഇത് നമുക്കിവിടെ വന്ന് എന്ത് സാധനം വേണമെങ്കിലും വാങ്ങാം, പക്ഷേ നല്ല പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വാങ്ങാനൊക്കെ കുഴപ്പമില്ല. Now they're checking my sister's height so she can go to the pool. ഇവിടെ കൊച്ചു കുട്ടികൾക്ക് ഹൈറ്റ് നോക്കിയിട്ട് മാത്രമേ അവർ കയറ്റുള്ളൂ കേട്ടോ. ഹൈറ്റ് നോക്കി ഇതുപോലെ ID ബാൻഡിൽ മാർക്ക് ചെയ്തിട്ടാണ് ഇവർ പോകുന്നത്. കാരണം ഓരോ സ്ലൈഡ് അല്ലെങ്കിൽ ഓരോ റൈഡിലും അവിടെ ഹൈറ്റ് നിർബന്ധമാണ് കേട്ടോ. അവർ ഒരു മാൻഡേറ്ററി ആയിട്ടൊരു ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഹൈറ്റ് വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരത് നോക്കിയിട്ട് വിടുന്നത് കേട്ടോ. കൊച്ചു കുട്ടികൾക്ക്. വലിയ ഇച്ചിരി പ്രായമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ നോക്കാറില്ല. അപ്പോൾ ഇതാണ് റേച്ചും റോച്ചു. ഇവരും ഏകദേശം എൻ്റെ മോൻ്റെ പ്രായമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. So now we're going to the pool,
These are my friends, Rachel and Rosalind. Now there are a lot of lockers to rent to put your stuff inside of. This is the shop, like in the corner of the water park. You have plushies, sandals, like all kinds of stuff, like for swimming or like chilling in the pool, like that. Now we're going to a water park, and there's a lot of people playing inside. അപ്പം അവൻ പറഞ്ഞത് ഇവിടെ ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സ്ലൈഡുകളൊക്കെയും എനിക്കിഷ്ടപ്പെട്ടത് ഇവിടത്തെക്കാളും ഇൻഡോർ വാട്ടർ പാർക്കിലാണ് കേട്ടോ. അതായത് നയാഗ്ര ഇൻഡോർ വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു പാർക്കുണ്ട്. അവിടുത്തെ സ്ലൈഡുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത്. അതുപോലെ തന്നെ ഒത്തിരി സ്പേഷ്യസ് ആണ്. ഇനി നമ്മൾ പോകുന്നത് തവളക്കുളത്തിലേക്കാണ് കേട്ടോ. അതായത് ഫ്രോഗ് പോണ്ട്. ഈ തവളക്കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ റോപ്പാണ് കേട്ടോ, കയറാണ്, നല്ല കട്ടിയുള്ള കയറാണ്. എന്നാൽ താഴെയാണെങ്കിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുന്ന സ്പോഞ്ച് കണക്കത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഓരോന്നിലും ചാടി ചാടി വേണം അക്കരെ എത്താൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണ് ഫസ്റ്റ് പോകുന്നത്, പുറകിൽ റേച്ചൽ മോളും ഉണ്ട്. My dad's trying to like balance on this. That's my dad trying to balance on this. So he's trying to get to the other side, and this is Rachel trying to get to the other side, but my dad failed, and Rachel probably failed as well, as you can probably see. Her mom is just with the younger sister, so you will be seeing one more friend of mine after this. My dad's almost there, and Rachel's halfway through, so oh no, Rachel fell down. Oh, she did it. She's probably going to get to the bottom. There's one of my other friends, Catherine. Okay, that's Rachel's dad trying to get through. That's my mom recording what are the rules. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രോഗ് പോണ്ടിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത് നോയിൽ ട്രൈ ചെയ്യാണ് കേട്ടോ. അവന് പേടിയാണ്, സത്യം പറഞ്ഞാൽ അവന് സ്വിമ്മിങ് പോലും പേടിയാണ്, വെള്ളത്തിൽ ഭയങ്കര പേടിയുള്ള ആളാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നിർബന്ധിച്ച് കയറ്റിയതാണ്, പക്ഷെ അവൻ ഫെയിലായി. So this is me trying to get across it, but I was way too scared to do it again, so I had enough of it. And we're going to another, like, now we're going on this ride. ഇതിൻ്റെ പേര് ക്രൂക്കറ്റ് ക്രീക്ക് എന്നാണ് കേട്ടോ. അതായത് ഭയങ്കര ലേസി ആയിട്ട് പതിയെ പോവുള്ളൂ. പല പ്രാവശ്യമായിട്ട് ഞങ്ങളെല്ലാവരും തന്നെ ഇതിൽ പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റൈഡിന് പോവാണ് കേട്ടോ. ഇതൊരു പണിയാണ് കേട്ടോ. കാരണം ഈ നമ്മുടെ ട്യൂബും കൊണ്ട് മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് ഒരു 3-4 റൗണ്ട് സ്റ്റെയർ കേസ് ഉണ്ട് കേട്ടോ. ആ സ്റ്റെയർ കേസ് ഫുള്ള് കയറി വേണം നമുക്ക് മുകളിൽ ചെന്നിട്ട് പിന്നെ അവിടുന്ന് സ്ലൈഡ് ചെയ്ത് താഴേക്ക് വരാൻ. അപ്പോൾ അത് നല്ലൊരു എഫേർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈയും കാലും ഒക്കെ അങ്ങ് തളർന്ന് കേട്ടോ, അത്രയ്ക്ക് നമ്മൾ നടന്ന്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ലാസ്റ്റത്തെ ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. കണ്ടോ അവർ വന്നത് കണ്ടോ, വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ എത്ര പ്രാവശ്യം കയറിയെന്നറിയില്ല, അവർ വീണ്ടും വീണ്ടും പോകുന്നുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഭയങ്കര കഷ്ടപ്പാടാണ് ഒന്ന് ഇറങ്ങി വരാൻ, പ്രത്യേകിച്ച് ബാക്കിലിരിക്കുന്ന ആൾക്ക്. നമ്മൾ വെയിറ്റ് കൂടുതലുള്ള ആളാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട, തല കുത്തി വേണം. ചേട്ടൻ കഷ്ടപ്പെടുകയാണ് കേട്ടോ ഇറങ്ങാൻ. അടുത്തത് ഞാനും നോയലും കൂടിയാണ് കേട്ടോ പോകുന്നത്. കാരണം എൻ്റെ മോളെ കൊണ്ടുപോകാൻ പറ്റില്ല, കുഞ്ഞായതുകൊണ്ട്, ഹൈറ്റ് അത്ര ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും പോവാണ്. ചേട്ടനാണെങ്കിൽ ഇവിടെ ക്യാമറമാനെയൊക്കെ റെഡിയാക്കി നിർത്തിയൊക്കെയാണ് കേട്ടോ. ഞാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ അതിൽ നിന്നൊന്ന് ഇറങ്ങിക്കിട്ടാൻ. ഇതെൻ്റെ കുഞ്ഞാണ് കേട്ടോ, പാവം
വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവളിങ്ങനെ നിൽക്കുകയാണ്. ഇറങ്ങാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അവൾക്ക് കയറാവുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ അത് അവൾക്ക് പേടിയാണ്. അപ്പം അതുകൊണ്ട് അവളിങ്ങനെ നിൽക്കുകയാണ് എൻ്റെ കൂടെ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ മാറി മാറി അവളെ അവിടെ നിർത്തിയൊക്കെയാണ്. ഇവിടെ കുറേ നേരം ഞങ്ങൾ മാറിയും കയറിയും ഓരോരുത്തരും മാറി മാറി സ്ലൈഡിൽ കയറി അവസാനം ടയേർഡായി കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ടെയിൽ പോണ്ടിലേക്കാണ് കേട്ടോ. അവിടെയെന്ന് പറഞ്ഞാൽ ഈ വേവ്സ് എപ്പോഴും നമ്മുടെ തിരമാല അടിച്ചു വരുന്ന പോലെ എപ്പോഴും ഇങ്ങനെ അടിച്ചു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം നിന്ന് കഴിയുമ്പോൾ നമുക്ക് അതൊരു പർട്ടിക്കുലർ ടൈമിലാണ് കേട്ടോ, ഒരു 15 മിനിറ്റ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും അത് ഓഫ് ചെയ്യും, വീണ്ടും അത് കുറച്ച് കഴിയുമ്പം അവർ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ അത് കുറച്ച് സമയത്തേക്കുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം നല്ലതായിരുന്നു കേട്ടോ, ഞങ്ങൾ ഈ വരുന്ന. പിന്നെ അത് ഇവിടെ ഒരു കഫറ്റേരിയ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഓരോരുത്തരും പിള്ളേരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 1/4 മണിക്കൂറോളം നമ്മുടെ ടെയിൽ പോണ്ടിൽ കിടന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് ആൻറ്റിക്കായിട്ടുള്ള പല സാധനങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു കണക്കിന് ചെന്ന അന്ന് തന്നെ ഈ പൂളിൽ ഇറങ്ങിയത് നന്നായി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഈ സ്ലൈഡിലൊക്കെ കയറി വെള്ളത്തിലും ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര വിശപ്പും ഭയങ്കര ബോഡി പെയിനും. കാരണം അത്രയ്ക്ക് നമ്മൾ തിമിർത്ത് ഇതിനകത്ത് കിടന്ന് കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, ഈ വേവ്സ് കണ്ടോ, ഇതിൽ നല്ല രസമാണ് ഇങ്ങനെ കിടക്കാനായിട്ട്. ഇതിങ്ങനെ 10-15 മിനിറ്റ് കൂടുമ്പോഴാണ് ഇവർ ഓണാക്കുന്നത്. ഇവർ ഓണാക്കി കഴിയുമ്പോൾ കുറേ സമയത്തേക്ക് ഇതുണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും ഇത് കുറച്ച് സമയം കഴിയുമ്പം ഇത് സ്റ്റോപ്പാവും. അങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടാണ് കേട്ടോ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല രസമാണ് ഇതിൽ ഇങ്ങനെ കിടക്കാൻ. നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത്രയും ആൾക്കാർ ഒന്നിച്ച് വന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ അത് അഴുക്കല്ലേ, ചീത്ത വെള്ളമല്ലേ എന്നൊക്കെ. അത് ഇത്ര ടൈം കഴിയുമ്പോൾ അവരത് ട്രീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ എപ്പോഴും ഗാർഡ്സ് ഉണ്ട്, അവരവിടെ ലൈൻ കൊടുത്തിട്ടുണ്ട് അതിന്. അതായത് ഇത്ര നമ്മളുടെ ആ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് പോകാൻ പാടില്ല. അപ്പോൾ അതിന് സൈഡിലായിട്ട് അവർ അതിനുള്ള മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിങ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവരവിടുന്ന് സിഗ്നൽ തരും നമുക്ക്. അപ്പോൾ നമ്മൾ അവിടുന്ന് മാറി നിൽക്കണം, അങ്ങനെയാണ് കേട്ടോ. അത് നമ്മുടെ ഹൈറ്റും വെള്ളത്തിൻ്റെ ഡെപ്തും ഒക്കെ അനുസരിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ചുറ്റും ചെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കയറിയിരിക്കാം. അതുപോലെ ടവൽസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ടവലിന് കൗണ്ടറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ഐ ഡി കാണിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ടവൽസ് തരും. തിരിച്ച് നമ്മൾ പോകുമ്പോൾ അത് റിട്ടേൺ ചെയ്തിട്ട് പോകണമെന്നേ ഉള്ളൂ. എത്ര ടവൽ വേണമെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ ദാ ഇവിടെ കുഞ്ഞു കുട്ടികൾക്കുള്ള സ്ലൈഡ് ഉണ്ട് കേട്ടോ. കുഞ്ഞിത് ഇവിടെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. കുഞ്ഞ് ഇപ്പോഴാണ് വെള്ളത്തിലേക്കൊക്കെ ആദ്യം ഒന്ന് ഇറങ്ങുന്നത് കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് ലൈഫ് ജാക്കറ്റും ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ലൈഫ് ജാക്കറ്റ് ഇവിടെ സൈഡിൽ തൂക്കിയിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് ഇറങ്ങാം. പിന്നെ ഇവർക്ക് കുഞ്ഞു കുട്ടികൾക്കായിട്ട് ഒരുപാട് കുഞ്ഞു സ്ലൈഡുകളുണ്ട് കേട്ടോ. അവിടെ ഒത്തിരി കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഹൈറ്റ് അനുസരിച്ച് അവർ കയറ്റുള്ളൂ കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഈ തീരെ ആഴം കുറഞ്ഞ സ്ഥലത്തിന് ഇവർ പറയുന്നത് കപ്പ് പാവ് പൂൾ എന്നാണ്. ഇത് കണ്ടോ, ഇത് മരം പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് മരങ്ങൾ അവിടെയുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നാണ് ഈ സ്പ്രേ പോലെ വരുന്നത്. അതിന് പറയുന്നത് ഫോർട്ട് മക്കാൻസി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് നമ്മൾ ഈ പൂളിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ വേവ്സ് ഉള്ള പൂളിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓരോ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യണം. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഇപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കവറുകൾ, ഫോണൊക്കെ ഇടാൻ, നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഫോണൊക്കെ ഇടാനായിട്ടുള്ള കവറുകൾ വാങ്ങിച്ച് കൊണ്ടുവരികയാണെങ്കിൽ നല്ലതാണ് കേട്ടോ, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത്. ജിൻസൺ ചേട്ടൻ അത് കരുതിയിരുന്നതുകൊണ്ട് ചേട്ടന് വളരെ ഉപകാരമായിരുന്നു. കാരണം ചേട്ടൻ അത് വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്കിതൊക്കെ കിട്ടിയതും. അല്ലായെങ്കിൽ നമുക്ക് ഫോൺ വെക്കാനുള്ള സ്ഥലമില്ല. കണ്ടോ, ഇത് കണ്ടോ, ഈ വേവ്സ് കണ്ടോ, നല്ല രസമാണ്. അത് വരുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ അടിച്ച് കറക്കി കൊണ്ടുപോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം അറിയുന്നത്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല ബോഡി പെയിൻ ആയിരിക്കും.
എന്നാലും ഒരു രസമല്ലേ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ചേഞ്ചിങ് റൂമുണ്ട്. നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. തിരിച്ച് പിള്ളേർക്കെല്ലാം വിശക്കുന്നു. കാരണം അപ്പോഴത്തേക്കും ടൈം ഒത്തിരി ആയി, ഒരു 8 മണിയോളം ആയെന്ന് തോന്നുന്നു. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവർ ചൈനീസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓർഡർ ചെയ്ത് അത് വാങ്ങാൻ പോയിരിക്കുകയാണ്, പിക്കപ്പ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിതാ ഇവിടെ വെറുതെ ഇരുന്ന് വർത്താനം പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടെ നമ്മുടെ റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ വന്ന് ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം പിള്ളേർക്ക് കളിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരാൾ കാർട്ടൂൺ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നോയലൂട്ടൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബെഡ്റൂമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സേഷനാണ് കേട്ടോ ഈ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ പിള്ളേർക്കുള്ള ഏരിയ എന്ന് പറയുന്നതും അതും നല്ല നല്ല രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കുറേ കാർട്ടൂൺ പോലെയുള്ള കുറച്ച് പിക്ചേഴ്സും അതുപോലെ തന്നെ ഇതേ ബ്ലാങ്കറ്റൊക്കെ കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലാനൽ ഒക്കെ വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ബെഡ്. അതേപോലെ തന്നെ മുകളിലായാലും സെയിം ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം ഒരു 10-12 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് കിടക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഗ്ലോറി മോൾ ഇവിടെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ, എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോണേ. ഫോണിൻ്റെ കണക്ഷൻ ഊരിയിട്ടിട്ടാണ് കേട്ടോ ഞാൻ കക്ഷിക്ക് വിളിക്കാൻ കൊടുത്തത്. Hi, I want donut and ice cream and juice and Maggie and pasta. Okay. Start now and use the code HUMOR. ഇവിടെ നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അവരെല്ലാവരും നമ്മുടെ റൂമിലേക്ക് വന്നു. ഞങ്ങളിവിടെ ഭയങ്കര വർത്തമാനമാണ് കേട്ടോ. ഈ വർത്തമാനം ഞങ്ങൾ സംസാരിച്ച് മണിക്കൂറുകൾ പോയത് അറിഞ്ഞില്ല. രാത്രി ഏകദേശം ഒരു 12 മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കിടന്നത്. എല്ലാവരും കൂടി ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. പിന്നെ വീണ്ടും സംസാരിച്ചു. കുട്ടികളെല്ലാം കൂടെ അവിടെ പോയി അവരവരുടെ ലോകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു രസമായിരുന്നു അന്നത്തെ രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ പിറ്റേ ദിവസമായി. അപ്പം രാത്രി ഞങ്ങൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. കാരണം നല്ലതായിട്ട് ടയേർഡായിരുന്നു എല്ലാവരും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് താഴെ 2-3 കടകളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കറിയില്ലായിരുന്നു അവിടെ പിസ്സ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത പ്രൈസാണെന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ തലേദിവസം ചൈനീസ് ഫുഡ് വാങ്ങിയത്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കാണ് ചേട്ടൻ കണ്ടത് അവിടെ വലിയ പ്രൈസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് വാങ്ങി. ഇത് നമുക്ക് വേണമെങ്കിൽ റൂമിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുത്തരും. ഇത് പിന്നീടാണ് കേട്ടോ ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോൾ അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. പക്ഷേ ചെക്കൗട്ട് ചെയ്യുന്നത് ഇപ്പം 11 മണിയാകുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കണം. കാരണം അവർക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്തയാൾക്ക് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും വൈകുന്നേരം ഒരു 3:30 കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അതുപോലെ തന്നെ ചെക്കൗട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസം 11 മണിക്ക് മുമ്പ് നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കണം. പക്ഷേ നമ്മൾ പോവണ്ട, നമുക്ക് എവിടെ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അത് അല്ലാതെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇനി നമുക്ക് കാണാനായിട്ട് ഡേയിൽ. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാവരും കുളിച്ച് റെഡിയായി. നമ്മൾ ഇപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഷാമ്പു ആയാലും കണ്ടീഷണർ ആയാലും എല്ലാ സാധനങ്ങളും ഉണ്ട്. ബോഡി വാഷ് ഒന്നും നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ടവൽസ് ആണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി കേട്ടോ. നമ്മളുടെ സാധനങ്ങൾ കൊണ്ടുവന്ന തിങ്സ് എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് തിരിച്ച് കൊണ്ടുപോവാണ്. ഇവിടെ നമ്മുടെ ഡോറിൻ്റെ ബാക്കിൽ ഇവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഫുൾ ഫ്ലോർ പ്ലാനും ഉണ്ട്, ഓരോ റൂമുകൾ എവിടെയാണെന്നുള്ളത്. അപ്പോൾ അത് നോക്കി നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോകാം കേട്ടോ. ഇനി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ചെയ്ത ഒരു ഇതാണ് കേട്ടോ, സ്റ്റോറി ടെല്ലിംഗ് ആണ്. നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല രസമാണ്. ഈ ആനിമൽസ് അവരുടെ ഭാഷയിൽ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ്, പല പല ക്യാരക്ടേഴ്സിൻ്റെ വേഷത്തിൽ ഇവിടെ ഓരോരുത്തർ വരും. അപ്പോൾ അവരെ നിർത്തിക്കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെയാണ് കേട്ടോ. അതൊന്ന്. പിന്നെ ഈ സ്റ്റോറി കാണാനായിട്ട് ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. കഥ ഞാൻ കുറച്ച് കേൾപ്പിച്ചു തരാം. Hold on tight, Rosie. Knock, knock.
Who's there? Cows go. Cows go who? No, they don't. Cows go. Did somebody call for me? It's joke time again, Oswald. Oh, that's always my favorite. Who's next? Oh, I've got one. I've got one. Well, let's hear it, Rusty. Knock, knock. Who's there? Little old lady. Little old lady who? Oh, you're yodelers too, eh? Isn't this fun? You're yodelers Oh, too. knock, knock. Who's there? Whoa, that's inches you've got there, eh? Sorry. അങ്ങനെ കഥയൊക്കെ കേട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര സൂക്ഷ്മതയോടെയാണ് കേട്ടോ ഈ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൃഗങ്ങളുടെയൊക്കെ തലയൊക്കെ ഇങ്ങനെ അനങ്ങുന്നുണ്ട്, തല ആട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ചെവി അനങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി കേട്ടോ. അങ്ങനെ അവർ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ നമുക്ക് ഫോട്ടോ സെഷനായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് അവിടെ ഇവിടെയൊക്കെ നിന്ന്. ഞാനിപ്പോൾ ഇവിടെ പുറത്തൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഈ പുറത്തുള്ള ജസ്റ്റ് നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ ആ ഭാഗങ്ങളാണ്. വന്ന സമയത്ത് നമുക്ക് ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഓരോ പ്രോഗ്രാമിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. ഓരോ ദിവസത്തെയും ഡേയിലും നൈറ്റിലുള്ള പ്രോഗ്രാംസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ ആർക്കേഡുണ്ട്. ആർക്കേഡിൽ പോയി കുറേ ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതിന് പിള്ളേരെ കൊണ്ടുപോയി അവിടെ അവർ കുറേ ഗെയിംസൊക്കെ കളിച്ചു. ഇതൊക്കെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഗെയിംസും കാര്യങ്ങളും ഒക്കെ. പിന്നെ മിക്കവാറും ഉള്ളതിനൊക്കെ നമ്മൾ കോയിൻസ് ഇടണം, എന്നാൽ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. ചില ഗെയിംസിനാണെങ്കിൽ നമ്മൾ കളിച്ച് കഴിഞ്ഞ് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കും കിട്ടി എന്തോ ചെറിയൊരു ഗിഫ്റ്റ്, സ്ക്വിഷി പോലെ അങ്ങനെ എന്തോ സംഭവം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സ്ഥലം. എവിടെ വേണേലും ഓടാം, ഏത് റൈഡ് വേണേലും കയറാം. അപ്പോൾ അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. അതേപോലെ ഫോട്ടോ എടുക്കാനും ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാണെങ്കിലും നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ എന്തൊക്കെയോ ഗെയിംസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും അധികം പോയില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാനഡയിലുള്ളവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്നിരിക്കണം കേട്ടോ. കാരണം അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ശരിക്കും നമ്മുടെ മൈൻഡ് ശരിക്കും ഭയങ്കര റിലാക്സ്ഡ് ആകും. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സിലൊക്കെ ആണെങ്കിൽ വീണ്ടും നമ്മളൊരു റീചാർജ് ചെയ്ത ഒരു ഫീലാണ് കേട്ടോ. തിരിച്ചു വന്ന് വീണ്ടും കുറേ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരെയും കൂടെ കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നേ. ഈ ബലൂൺ വെച്ചിട്ട് കുട്ടികൾ പറയുന്ന ഏത് ക്യാരക്ടറാണോ അതിനെ അവരുണ്ടാക്കി കൊടുക്കും. അപ്പോൾ അത് നല്ലൊരു ഇതായിരുന്നു. ഇപ്പം എൻ്റെ മോൻ പറഞ്ഞത് ഒരു സ്വോർഡാണ്, ആ വാൾ അവർ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഓരോ കുട്ടികൾ പറയുന്നതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ മടുത്തിട്ട് ഞങ്ങളിവിടെ കുത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഓരോരുത്തരും ഇതിപ്പം കുഞ്ഞ് വരുന്നുണ്ട്. കുഞ്ഞ് പറഞ്ഞിട്ട് എന്താ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പറഞ്ഞു കൊടുത്തു അവൾക്ക് യൂണിക്കോൺ ആണ് വേണ്ടത്. അപ്പോൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ യൂണിക്കോൺ.
ശരിക്കും ഇതൊരു കഴിവ് തന്നെയാണ് കേട്ടോ. പറയുന്ന ആ സെക്കൻഡിൽ അതേപോലെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും എനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ നല്ല അത്രയ്ക്കും ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് അവർ ചെയ്യുന്നതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണത്. അപ്പോൾ റേച്ചലും റോസ്ലിനും നമ്മുടെ കാതറിനും ജോഷും എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഓരോരുത്തരും അവനവന് ഇഷ്ടപ്പെട്ടത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾ കാനഡയിലുള്ളവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളിവിടെ വരണം കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികളുമായിട്ട്, അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞിക്ക് ഇതാ ഇവിടെ യൂണിക്കോൺ റെഡിയായി വരുന്നുണ്ട്. കുഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ യൂണിക്കോൺ. ഏകദേശമൊക്കെ ഷേപ്പായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കായി കേട്ടോ. ഒരുപാട് കുട്ടികൾ വന്ന് ക്യൂ നിൽക്കാൻ തുടങ്ങി. പിന്നെ ഇവിടുത്തെ ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ, കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും ആരും ഇടി കൂടാതെ അവർ ആ ക്യൂവിൽ കറക്റ്റായിട്ട് നിന്ന് ക്ഷമയോടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ സ്കൂളുകളിൽ അങ്ങനെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അല്ല ഇനി അഥവാ ഡേ കെയറിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവരത്രയും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത് കേട്ടോ. ഇവർക്കെല്ലാവർക്കും കിട്ടിയ ബലൂണും എല്ലാം വെച്ചിട്ട് കുട്ടിപ്പട്ടാളത്തിനെ എല്ലാം കൂടി ഇരുത്തി നമ്മളൊരു ഫോട്ടോ എടുത്തു കേട്ടോ. എല്ലാവരും നോക്കിക്കോ, സ്മൈൽ പ്ലീസ്. നല്ല രസമല്ലേ കാണാൻ. എല്ലാവരും ഏകദേശം ഒരേ പ്രായക്കാരാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തും വന്നു നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് പിരിഞ്ഞു. പോരുന്നതിന് മുമ്പ് എല്ലാവരും തീരുമാനിച്ചു ഇനി എന്തായാലും നമുക്ക് വേഗം തന്നെ ആരെങ്കിലും അടുത്ത ട്രിപ്പ് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ സ്റ്റേക്കേഷൻ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലുമൊക്കെ കാനഡയിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ പോകാൻ ശ്രമിക്കുക. നമുക്ക് നല്ല റിലാക്സേഷൻ തരുന്ന ഒരു ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോവുക, എൻജോയ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.